സാമ്പത്തികമായി കേരളം തകർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ചെലവും വരുമാനവും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം കൂടി കേരളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രൂക്ഷമായ കടക്കിടിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രഥമ ചുമതല സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തി ഖജനാവ് നിറച്ച് വെൽഫെയർ ആക്ടിവിറ്റീസ്, ക്ഷേമ പരിപാടികളും വികസന പരിപാടികളും നടത്തുക എന്നതാണ്. കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ നമ്മൾ കണക്കുകൾ പരിശോധിക്കണം. അപ്പോൾ എൻ്റെ റിക്വസ്റ്റ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, ബ്യൂറോ ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, കേരള ഇക്കണോമിക് സർവേ എന്നൊക്കെ പറഞ്ഞ ആധികാരികമായിട്ട് ഇറക്കുന്ന ഇക്കോണമിസ്റ്റ്സ് ഇറക്കുന്ന റിപ്പോർട്ട്സ് ഉണ്ട്. അതിൽ കണക്കുകളെല്ലാം ഉണ്ട്. ആ കണക്കുകൾ പരിശോധിച്ചാൽ 2000 ആണ്ട് തൊട്ട് 2024 വരെയുള്ള കണക്ക് മാത്രം നമ്മൾ നോക്കാം. പഴയ ചരിത്രമൊന്നും എടുക്കണ്ട, മോസ്റ്റ് റീസെൻറ്റ് ചരിത്രം എടുക്കാം. 2000 ആണ്ടിൽ കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ വലുപ്പം 77,000 കോടി രൂപയായിരുന്നു. ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, നമ്മുടെ GDP, ഒരു സംസ്ഥാനത്തിൻ്റെ GDP എന്ന് പറയുമ്പോൾ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ കേരളത്തിൻ്റെ GSDP 77,000 കോടി രൂപയാണ്. 2023 അത് 11.5 ലക്ഷം കോടി രൂപയായിട്ട് വളർന്നു. കണക്കുകളാണ്. ആൻഡ് ഈ പീരിയഡ് നോക്കിയാൽ എല്ലാ 6 വർഷവും കേരളത്തിൻ്റെ സമ്പദ്ഘടന ഡബിൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 77,000 കോടി രൂപ 1.5 ലക്ഷം കോടി രൂപയായി 2006. 2012 അത് 3 ലക്ഷം കോടി രൂപയായി. 2018 അത് 6 ലക്ഷം കോടി രൂപയായി. 2023 അത് 11.5 ലക്ഷം കോടി രൂപയായി. ഞാൻ പറയുന്നത് 2030 ആകുമ്പോഴത്തേക്ക് അത് വീണ്ടും ഡബിൾ ചെയ്ത് 22 കോടി രൂപയാവും. 22 ലക്ഷം കോടി രൂപയാവും. അപ്പം എൻ്റെ അർത്ഥം എന്താണ്? ഈ ഇക്കോണമി ഈസ് ഗ്രോയിങ്.